എസ്തേർ 4-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. എസ്തേറിന് രാജ്ഞീപദം. കോപം ക്ഷമിച്ചപ്പോൾ അഹരോസ് രാജാവ് വാഷ്തിയെയും അവളുടെ പ്രവൃത്തിയെയും അവർക്കെതിരെ പുറപ്പെടുവിപ്പിച്ച കൽപ്പനകൾ ഓർത്തു. രാജാവിനെ സേവിച്ചിരുന്ന ഭൃത്യന്മാർ പറഞ്ഞു, സൗന്ദര്യമുള്ള യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കട്ടെ. രാജ്യത്തെ സകല പ്രവിശ്യകളിലും രാജാവ് സേവകന്മാരെ നിയമിച്ചാലും അവർ സ്ത്രീകളുടെ ചുമതല വഹിക്കുന്നവനും രാജാവിന്റെ ഷണ്ഡനുമായ ഹെഗായിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനമായ സൂസായിലെ അന്തഃപുരത്തിൽ സൗന്ദര്യമുള്ള സകല യുവകന്യകമാരെയും കൊണ്ടുവരട്ടെ. അവർക്ക് വേണ്ട ലേപന വസ്തുക്കളെയും കൊടുക്കട്ടെ. രാജാവിന് ഇഷ്ടപ്പെടുന്ന കന്യക വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാവട്ടെ. ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. തലസ്ഥാനമായ സൂസായിൽ മൊർദെഖായ് എന്ന ഒരു യഹൂദനുണ്ടായിരുന്നു. അവൻ ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ മകൻ ഷിമയിയുടെ മകനായ ജയീറിന്റെ മകനായിരുന്നു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ യൂദാ രാജാവായ യായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരായി കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ അവനും ഉൾപ്പെട്ടിരുന്നു. അവൻ തന്റെ മൃദു സഹോദരന്റെ മകളായ ഹദാസ്യയെ എസ്തറിനെ വളർത്തിയിരുന്നു. അവൾക്ക് അപ്പനും അമ്മയും ഇല്ലായിരുന്നു. ആ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു. മാതാപിതാക്കൾ മരിച്ച അവളെ മൊർദെഖായി സ്വന്തം മകളായി സ്വീകരിച്ചു. രാജാവ് വിളംബരം ചെയ്ത കൽപ്പന അനുസരിച്ച് തലസ്ഥാനമായ സൂസായിൽ കൊണ്ടുവന്നു. സ്ത്രീകളുടെ ചുമതല വഹിക്കുന്ന ഹെഗായിയെ ഏൽപ്പിച്ച് അനേകം കന്യമാരുടെ കൂട്ടത്തിൽ എസ്തറും ഉണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെടുകയും അവൾ അവന്റെ പ്രീതി നേടുകയും ചെയ്തു. അവൾക്ക് ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും ഭക്ഷണവും രാജകൊട്ടാരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 7 തോഴിമാരെയും കൊടുത്തു. അവൾക്കും തോഴിമാർക്കും അന്തഃപുരത്തിൽ ഏറ്റവും നല്ല സ്ഥലം നൽകി. തന്റെ വംശമോ കുലമോ എസ്തർ ആർക്കും വെളിപ്പെടുത്തിയിരുന്നില്ല. അതാരോടും പറയരുതെന്ന് മൊർദെഖായ് അവളോട് കൽപ്പിച്ചിരുന്നു. എസ്തറിന് സുഖമാണോ എന്നറിയാൻ മൊർദെഖായ് ദിവസവും അന്തഃപുരത്തിന്റെ മുൻവശത്തുകൂടെ നടക്കുമായിരുന്നു. യുവതികളുടെ സൗന്ദര്യവർദ്ധനത്തിന് 6 മാസം മീറ തൈലവും 6 മാസം സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളും കൊണ്ടുള്ള പരിചരണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ 12 മാസം കഴിഞ്ഞ് ഓരോ യുവതിയും തവണ അനുസരിച്ച് അഹസ്വേരൂസ് രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. ഓരോ യുവതിയും രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ താൻ ആഗ്രഹിക്കുന്നതെന്തും അന്തഃപുരത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിരുന്നു. സന്ധ്യയ്ക്ക് അവൾ പോയിട്ട് രാവിലെ ഉപനാരികളുടെ മേൽവിചാരകരും രാജാവിന്റെ ഷണ്ഡന്മാരുമായ ഷാർഗസിന്റെ കീഴിലുള്ള അന്തഃപുരത്തിലേക്ക് മടങ്ങും. രാജാവിന് അവളെ പ്രീതി തോന്നുകയും അവളെ പേര് ചൊല്ലി വിളിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൾ വീണ്ടും രാജസന്നിധിയിൽ പോവുകയില്ല. മൊർദെഖായിയുടെ പുത്രനായ അബിഹായിലിന്റെ അവൻ മകളായി തിരഞ്ഞെടുത്തവളുമായ എസ്തർ രാജസന്നിധിയിൽ ചെല്ലാനുള്ള തവണ വന്നപ്പോൾ രാജസ്ത്രീകളുടെ ചുമതലക്കാരനും രാജാവിന്റെ ഷണ്ഡനുമായ ഹെഗായി നിർദ്ദേശിച്ചവയല്ലാതെ മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. കാണുന്നവരോടെല്ലാം പ്രീതി എസ്തർ നേടിയിരുന്നു. കർത്താവിന്റെ 7-ാം ഭരണമാസം കൊട്ടാരത്തിൽ അഹസ്വേരോസിന്റെ രാജാവിന്റെ അടുത്തേക്ക് എസ്തറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെക്കാൾ കൂടുതൽ എസ്തറിനെ സ്നേഹിച്ചു. അവന്റെ മുൻപിൽ സകല കന്യകമാരേക്കാൾ അധികം അവൾ പ്രീതി ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഴ്ത്തിക്ക് പകരം രാജ്ഞിയാക്കി. അനന്തരം രാജാവ് എസ്തറിന്റെ പേരിൽ തന്റെ എല്ലാ പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അവൻ പ്രവിശ്യകളെ നികുതികളിൽ ഇളവ് വരുത്തി. തന്റെ രാജകീയ ഔദാര്യത്തിന് ഒത്തവിധം സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. 2-ാം പ്രാവശ്യം കന്യകമാരെ വിളിച്ചു കൂട്ടിയപ്പോൾ മൊർദെഖായ് കൊട്ടാര വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. എസ്തർ ആകട്ടെ മൊർദെഖായ് കൽപ്പിച്ചതനുസരിച്ച് തന്റെ വംശമോ കുലമോ വെളിപ്പെടുത്തിയിരുന്നില്ല. മൊർദെഖായ് തന്നെ വളർത്തിയിരുന്ന കാലത്തെ പോലെ തന്നെ ഇപ്പോഴും എസ്തർ അവനെ അനുസരിച്ചിരുന്നു. ആ നാളുകളിൽ മൊർദെഖായ് കൊട്ടാര വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരും രാജാവിന്റെ ഷണ്ഡന്മാരുമായ ബിഗ്താനും തെരേശും കോപം പൂണ്ട് അഹസ്വേരൂസ് രാജാവിനെ വധിക്കാൻ ആലോചിച്ചു. ഇക്കാര്യം മൊർദെഖായ് അറിയുകയും അവൻ അത് എസ്തർ രാജ്ഞിയോട് പറയുകയും ചെയ്തു. എസ്തർ അത് മൊർദെഖായ്ക്ക് വേണ്ടി രാജാവിനെ അറിയിച്ചു. അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് കണ്ടു. ആ 2 പേരും കഴിവിലേറ്റപ്പെട്ടു. രാജസാന്നിധ്യത്തിൽ ഇത് ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനിക്ക് സ്തുതി.